നാലുപേരും കൂടെ ഒരുമിച്ച് കാറിൽ പോകുമ്പോ ഈ കൂട്ടത്തിൽ ആരാണെന്ന് അറിഞ്ഞത് ബൈക്കിൽ വന്ന് ഒരാളോട് പോടാന്ന് പറഞ്ഞു. അത് ഞാൻ പറയില്ല. ഈ അശോകന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അപ്പൊ ഞാൻ എന്താ അശോകന് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും അശോകൻ ചേട്ടൻ അടുത്തുണ്ടെങ്കിൽ എന്തായാലും തിരിച്ചത് കൊളവാക്കും. അശോകൻ ഇന്നലെ ഫോൺ ചെയ്തപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, അഭിരാമിന്റെ അടുത്ത് പറയണ്ടേ ഏതെങ്കിലും സംവിധായകനെ ഉറപ്പിച്ചു പറഞ്ഞതാ. ഞങ്ങൾക്ക് ഷൂട്ടിംഗ് തീരുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് അശോകന്റെ വക മുരുകൻ ഇഡ്ഡലി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം വാങ്ങിച്ചു തന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. അങ്ങനെ വാങ്ങിച്ചു തരാറില്ലേ? അപ്പോ കാര്യം അതുവരെ കുറച്ച് ദിവസം എല്ലാവരും പട്ടിണിയായിരുന്നു. കൊണ്ട് നന്ദി കാണിക്കണ്ടേ? അതാണ് ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞത്. അത് അവിടെ ചോറെല്ലാം ഉണ്ട്. രമ കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് എന്നുമല്ല കേട്ടോ, അവിടുത്തെ ഫോർട്ട് ബേക്കറി എന്ന് പറഞ്ഞ ഒരു വൈഫ് കൊണ്ടുവരുന്നു. അപ്പോൾ പിന്നെ അതിനകത്ത് മിൽക്ക് ഹൽവ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് വിനീത് വരാൻ കുറച്ച് ലേറ്റ് ആയി. അതിന് അശോകന് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ ജഗദീഷ് ഏട്ടാ ഇൻസ്റ്റഗ്രാമിലോട്ട് വരാത്തത്? ഞാൻ വരുമ്പോ ഒരു വരവായിരിക്കും. അതൊരു 1.5 വരവായിരിക്കും. എല്ലാത്തിലും ഏത് സമയത്തും പ്രതീക്ഷിക്കാം. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ധീരൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. സന്തോഷം. മലയാളത്തിന്റെ യുവതാരങ്ങൾ അണിനിരക്കുന്ന ധീരൻ. അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാനായിട്ടുള്ള മെയിൻ റീസൺ? ആരെയാണ് ഇതിനകത്ത് യുവതാരങ്ങളിൽ നിന്ന് മെയിൻലി നോക്കി കണ്ടത്? എല്ലാവരും യുവതാരങ്ങളാണെന്നുള്ളതാണ്. അത് ഇപ്പോൾ ജഗദീഷ് ഏട്ടനായാലും അശോക് ഏട്ടനാണെങ്കിലും വേറെ വിനീതേട്ടൻ, സുധീഷ് ഏട്ടൻ, എല്ലാവരും ഉണ്ട്. അപ്പോൾ മനോജ് ഏട്ടൻ, എല്ലാവരും നമ്മളെ ഓഡിയൻസിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ അശോകേട്ടനൊക്കെ 78 അല്ലേ അശോകേട്ടൻ? 78 അതിന് ശേഷം വന്നിട്ടുള്ള ഇത്രയും വർഷമായിട്ട് ഇവിടെ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്ന യുവതാരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അത് എൻജോയ് ചെയ്തിരുന്നോ? അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. യുവത്വം എന്ന് പറയുന്നത് പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലല്ലോ ഈ യുവത്വം എന്ന് പറയുന്നത്. അതായത് സജീവമായി നിൽക്കുക, കാഴ്ചപ്പാടിൽ യുവത്വം ഉണ്ടാകുക, അതൊക്കെയാണ് ഈ സിനിമയില് നമ്മുടെയൊക്കെ നിലപാടെന്ന് പറയുന്നത്. യുവത്വത്തിന്റെ ഒരു പ്രതീകമാണ് ഇതിന്റെ സംവിധായകന്റെ ചിന്തകൾക്കൊപ്പം നിൽക്കുക. സംവിധായകൻ പുതിയ രീതിയിലാണ് ഇതിലെ കാര്യങ്ങളെല്ലാം ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. റിസൾട്ട് പ്രേക്ഷകരുടെ കയ്യിലാണ്. അപ്പോൾ ഇതിനകത്തൊരു പുതിയ കോൺസെപ്റ്റ്, രസകരമായിട്ടുള്ള കുറേ സംഭവങ്ങൾ. അപ്പോൾ ഈ ചിന്തകളിൽ നമുക്ക് പിന്തുണ രേഖപ്പെടുത്താനല്ല, നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നിട്ടില്ല. അതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. പിന്നെ ദേവനെ സംബന്ധിച്ചിടത്തോളം ദേവന് സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ചിന്തകളുടെ കൂടെ തന്നെ ഞങ്ങൾ യുവാക്കളെ പോലെ നിൽക്കുന്നുണ്ട്. യുവാക്കളാണല്ലോ. ഉറപ്പിച്ചു പറഞ്ഞതാ. അപ്പോൾ പണ്ട് മുതലേ ചേട്ടനാണെങ്കിലും ചെറുപ്പം മുതലേ കണ്ട് വളർന്നിട്ടുള്ള മുഖങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ സ്വന്തമായിട്ടൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു കാസ്റ്റ് വന്ന സമയത്ത് ലൈക്ക് ആ ഒരു ഇവരുടെ ആക്ടിങ്ങും ചേട്ടൻ്റെ ഡയറക്ഷൻ, അതിലിവരുടെ ആക്ടിങ്, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പഴയ സിനിമ കണ്ട മെമ്മറീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു? അല്ല, അങ്ങനെ ഒരു മെമ്മറീസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവരെ ഈ പടത്തിലേക്ക് ചൂസ് ചെയ്തത്. അതിപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനും അല്ലെങ്കിൽ നമ്മൾ പല ഓപ്ഷൻസ് ആദ്യമേ തന്നെ ഇവരെ പോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് സീനിയർ ആർട്ടിസ്റ്റുകൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ട്രൈ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ആ ക്യാരക്ടറിന് ഏറ്റവും സൂട്ടാവുന്ന ആരാണ് എന്ന് ഒരു ചിന്തയിലാണ് അത് ഇവരിലേക്ക് എത്തുന്നത്. ഇപ്പോൾ അത് ഇവർ പെർഫോം ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ യാതൊരുവിധ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇവർ നന്നായിട്ട് അഭിനയിക്കുമോ എന്നുള്ളൊരു ചിന്ത പോലും വരേണ്ട ആവശ്യമില്ല. ഇവർ ഓൾറെഡി അത്രയും പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഇവർ എൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും അതൊക്കെ തന്നെയായിരുന്നു ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ കിക്ക്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇവർക്ക് ജസ്റ്റ് ഒരു ആസ് എ ഡയറക്ടർ എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ക്യാരക്ടറിൻ്റെ മീറ്റർ ഇപ്പോൾ ചില സമയത്ത് ഇവർ തന്നെ ചോദിക്കും, അവിടെ അത്ര ലൗഡാവണോ, അല്ലെങ്കിൽ അവിടെ അത്രയും സ്ലാബ് സ്റ്റിക്ക് ആവണോ, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ ചോദിക്കുക. അപ്പോൾ ആ ഒരു ക്യാരക്ടർ രൂപപ്പെടുത്തിയത് ഞാനായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മീറ്റർ ഏകദേശം എൻ്റെ മനസ്സിലായിരിക്കും പൂർണ്ണമായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതിൽ മാത്രമേ എനിക്ക് ഒരു ഇവരുടെ പെർഫോമൻസിൽ
ഇടപെടേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി ഇപ്പോൾ അവരുടെ ആക്ടിങ്ങിൻ്റെ സൈഡിൽ നമുക്കൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത കാര്യങ്ങളാണ്. അശോകൻ ചേട്ടാ, ധീരൻ എങ്ങനെയുള്ളൊരു മൂവിയാണ്? അത് കറക്റ്റ് ശരിക്കും സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിയാണ്. പിന്നെ അതെങ്ങനെയുള്ള മൂവിയാന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇത്രയും വൃദ്ധന്മാർ ചെറുപ്പക്കാരായി അഭിനയിക്കുന്ന സിനിമയാണ്. അതാണ് എടുത്ത് പറയേണ്ട ആദ്യം പറയേണ്ട കാര്യം. അതാണ് വൃദ്ധൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഇത്ര വർഷത്തെ സീനിയോറിറ്റി കൊണ്ടാണ് പറയുന്നത്. വൃദ്ധനാണോ ഇല്ലെന്ന് നിങ്ങളൊക്കെ തീരുമാനിച്ചാൽ. പക്ഷേ നേരത്തെ ഇപ്പം ദേവൻ പറഞ്ഞ പോലെ തന്നെ ഈ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അപ്പം സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ സീനിയോറിറ്റിയും വയസ്സൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു തീമിനാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെക്കാളിൽ ഏതൊരു ഏജുള്ളത് ഞങ്ങൾ ഇതിനകത്ത് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഇതിൻ്റെ കഥയുടെ സ്വഭാവങ്ങളും ക്യാരക്ടേഴ്സും എല്ലാം ഈ സബ്ജക്റ്റ് എന്ന് പറയുന്ന വളരെ ഒരു സീരിയസ് സബ്ജക്റ്റ് നമ്മളത് വളരെ വേറെ രീതിയിൽ നമ്മൾ എടുക്കുന്നു. അതല്ലേ എൻ്റെ കാര്യം. ഡീറ്റെയിലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ വളരെ അതിനകത്തൊരു പുതുമ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ ചെയ്തിടത്തോളം, ഇതുവരെ സബ്ജക്റ്റ് കേട്ടിടത്തോളം, അഭിനയിച്ചിടത്തോളം എല്ലാം ഞങ്ങളെ സംബന്ധിച്ച ഈ ഒരു സബ്ജക്റ്റും ക്യാരക്ടറും ഒക്കെ ഇതിനകത്ത് ഓരോ ആർട്ടിസ്റ്റുകളും സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവർക്കും അതിൻ്റേതൊരു പ്രത്യേക ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിനകത്തൊരു ചെറിയ ക്യാരക്ടർ എന്ന് പറയാൻ സത്യത്തിൽ ഇത്രയും പേരിൽ ഇനി മനോജാണെങ്കിലും വിനോദ് സുധീഷ് എല്ലാവരെയും വളരെ പ്രോമിനൻ്റ് ക്യാരക്ടറാണ്. ഓരോരുത്തർക്കും ഒരു കഥാപാത്രത്തിൽ ഒരു ശക്തിയുണ്ട്, അതിനൊരു പ്രത്യേകതയുണ്ട്. പിന്നെ സബ്ജക്റ്റിനെ ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് തിയേറ്ററിൽ ഇറങ്ങട്ടെ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ആരും ഇതിനകത്തൊരു തൃപ്തിക്കുറവ് ഒരു ആക്ടേഴ്സിനകത്തില്ല എന്നുള്ളതാണ് സത്യം. ഇതിൽ ഞാനൊരു വീഡിയോ ഇങ്ങനെ ആദ്യം കണ്ടിരുന്നു, നിങ്ങളൊരു പ്രമോ പോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്തത് ജൂനിയേഴ്സ് സീനിയേഴ്സിനെ മീറ്റ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ആ ഒരു പാർട്ട് എങ്ങനെയായിരുന്നു? ശരിക്കും നിങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു വേർഷനാണ് കണ്ടത്. റിയൽ ലൈഫിൽ എങ്ങനെയായിരുന്നു സെറ്റിൽ ജൂനിയേഴ്സ് സീനിയേഴ്സ്? ധീരന്റെ സെറ്റിൽ അതെ, ആ പ്രമോല് ഷൂട്ട് ചെയ്ത് അതേപോലെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. നമ്മള് ആക്ച്വലി ഷൂട്ടിനല്ല ആദ്യം ഞാൻ എല്ലാവരെയും കാണുന്നത് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എല്ലാ സാർമാരും വരുന്നത്. അപ്പോൾ തൊട്ട് തന്നെ നമുക്ക് ഇത് ഞാൻ ഇപ്പോൾ ശരിക്കും മലയാള സിനിമയിൽ എത്തി എന്നുള്ളൊരു ബോധ്യം തോന്നി. മലയാള സിനിമ അവിടെ ഉണ്ട്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ നൂറ് പറഞ്ഞതുപോലെ നമ്മൾ ചെറുപ്പം തൊട്ടേ സ്ക്രീനിൽ കണ്ടുവരുന്ന ആൾക്കാരാണല്ലോ. അവരെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അങ്കലാപ്പ് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ജഗദീഷേട്ടൻ്റെ കൂടെ ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫാലിമി എന്ന് പറഞ്ഞ പടത്തിൽ. ബാക്കി അശോകേട്ടനെ ആദ്യമായിട്ടാണ്, മനോജേട്ടനായിട്ട് ആദ്യമായിട്ടാണ്, സുധീഷ് ചേട്ടനെ എനിക്ക് അറിയാൻ മുന്നേ, പക്ഷേ സിനിമയിൽ ആദ്യമായിട്ടാണ്. അരുൺ ചേട്ടനൊക്കെ നമുക്ക് വളരെ കാലമായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കളാണ്. പക്ഷേ എല്ലാവരും ഒരു സിനിമയിൽ വരുന്നു. അതുപോലെ എൻ്റെ സ്വന്തം ആശാനായ സിദ്ധാർത്ഥ് ഭരതൻ, അദ്ദേഹം ഈ സിനിമയിലുണ്ട്. അദ്ദേഹമായിട്ട് എനിക്ക് കോമ്പിനേഷനൊന്നുമില്ല. പിന്നെ ശബരീഷ്, രാജേഷ് തുടങ്ങിയ നമ്മുടെ ആൾക്കാർ. അപ്പോൾ ആ ഡിവിഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടായില്ല. കാരണം അല്ല, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ യുവാക്കൾ കുറച്ച് മുന്നിട്ട് നിൽക്കും, ഇവര് മാറി നിൽക്കുന്നു. പക്ഷെ ഇവര് അതിനുള്ള അവസരം തന്നില്ല. അവസാനം ഞങ്ങൾക്ക് തിരിച്ചു പേടിയായി പോയി. ഇല്ല, അതിനുള്ള അവസരം ഒട്ടും തന്നില്ല. കാരണം നമ്മളെക്കാളും എനർജി ലെവൽ ഉള്ള പെർഫോമൻസും മനുഷ്യരുമാണ് ഇവര് എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. അല്ല ജഗദീഷ് ചേട്ടാ, നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു വിഷമമുണ്ട്. അതായത് ഇവരെല്ലാവരും ഫുള്ള് കോമഡി ചെയ്തു, ജഗദീഷ് ചേട്ടൻ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള സംഭവമാണെന്ന്. അപ്പൊ എപ്പോഴെങ്കിലും ഇവരെല്ലാരും കൂടി ഇങ്ങനെ ഷൂട്ടിംഗ് ആണെങ്കിൽ പോലും അവരങ്ങ് ജോളിയാവുമല്ലേ, എപ്പോഴെങ്കിലും അതിന്റെ കൂടെ പോയി ഒന്ന് ജോളി ആവണം എന്നൊക്കെ സീൻ ഒഴിച്ച് ബാക്കിയെല്ലാം ജോളിയാണ്. ജഗദീഷ് ചേട്ടനാണ് ഏറ്റവും കൂടുതൽ കോമഡി. ബാക്കിയെല്ലാം ജഗദീഷ് തന്നെയാണ്. സീരിയസ്നെസ് ബാക്കി അത് കഴിഞ്ഞ് കട്ട് പറഞ്ഞാൽ ഇവിടെ വന്ന് തമാശ തന്നെയാണ്. ആ ജഗദീഷ് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളല്ലോ. അപ്പൊ ഇനി അതിലെ ഒരു മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒരു കാര്യം പറയാണ്. ഞങ്ങൾക്ക് ഷൂട്ടിംഗ് തീരുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് അശോകന്റെ വക മുരുകൻ ഇഡ്ഡലി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം വാങ്ങിച്ചു തന്നു. അന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു പോയി. അല്ല അങ്ങനെയല്ല, അന്ന് സന്തോഷം. കാരണം ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ. അപ്പൊ എനിക്ക് അതിന്റെ കുറ്റബോധവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഡ്ഡലിയും എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും. എന്നിട്ട് അശോകൻ പറഞ്ഞു, ഞാൻ ഓർഡർ ചെയ്യുന്നില്ല, നിങ്ങൾ ഓർഡർ ചെയ്തോളൂ. വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. ഇഡ്ഡലി വേണ്ടവർക്ക് ഇഡ്ഡലി, ദോശ വേണ്ടവർക്ക് ദോശ, അങ്ങനെ ഒന്നിലും ആരും ഒന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞു. കാര്യം എന്താ, അതുവരെ കുറച്ച് ദിവസം എല്ലാവരും പട്ടിണിയായിരുന്നു. അങ്ങനെ ചുമ്മാ അത് പ്രൊഡ്യൂസറെ പറഞ്ഞു കേട്ടോ, അങ്ങനെ തോന്നുന്നു. ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന്റെ നന്ദി രേഖപ്പെടുത്തണ്ടേ, ഉണ്ടെങ്കിൽ ഒന്ന് നന്ദി കാണിക്കണ്ടേ. അതാണ് ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞത്. അത് അവിടെ ചോറെല്ലാം ഉണ്ട്.
അല്ല അതിന്റെ ഒരു നന്ദിയും കൂടെ രേഖപ്പെടുത്തണമല്ലോ. അത് ഞാൻ ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞു. ജഗദീഷേട്ടൻ പിന്നെ ഹലുവ കൊണ്ടുവന്നു തിരുവനന്തപുരം ഒന്നാന്തര ഹലുവ. ഒന്നാമതര ഹലുവ, പക്ഷെ കുറച്ചേ കൊണ്ടുവന്നു. അത് വേറെ കാരണം അല്ല, അത് ക്യാരക്ടർ അനുസരിച്ച് അങ്ങനെ വെക്കാൻ കഴിയുള്ളൂ. എന്റെ സംഭവം എന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട്. അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രമയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. രമ കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് എന്നുമല്ല കേട്ടോ, അവിടുത്തെ ഫോർട്ട് ബേക്കറി എന്ന് പറഞ്ഞ ഒരു വൈഫ് കൊണ്ടുവരുന്നു. അപ്പോൾ പിന്നെ അതിനകത്ത് മിൽക്ക് ഹൽവ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അത് അധികം കഴിക്കാൻ പാടില്ല, നമുക്കൊരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കാര്യം. നന്നായിരുന്നു. അപ്പോൾ അത് മാസത്തിലൊരിക്കൽ ഞങ്ങൾ വാങ്ങും. അപ്പം ഞാൻ ഈ ഇങ്ങനെ തമാശ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു ഇങ്ങനെ മിൽക്ക് ഹൽവ ഉണ്ട്, ഇത് പറയാണോ എങ്കിൽ കൊണ്ടുവന്നൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് പങ്കെടുക്കാനായിട്ട് എൻ്റെ ചിത്രം അപ്പുറം ഉണ്ടായിരുന്നു. അത് പങ്കെടുത്തിട്ട് തിരികെ വരുന്ന വഴിക്ക് ഞാൻ 3 കിലോ കൊണ്ടുവന്നു. 3 കിലോ അതിൽ കൂടുതൽ കൊണ്ടുവന്നുണ്ടല്ലോ. എല്ലാവരും അത്രത്തോളം മധുരം, പാലും പഞ്ചസാരയിട്ട് അത് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ അത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണ്. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ അതിനോടുള്ള ഒരു സന്തോഷം അവർ രേഖപ്പെടുത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് മറക്കാൻ പറ്റില്ല. അതിന്റെ സ്വാദ് വളരെ ഒരു സൈക്കോളജിക്കൽ മൂവ് ആണോ? ആദ്യം ഇഡ്ഡലി എടുത്തിട്ടു, അപ്പൊ ഹൽവ വന്നു. അല്ല, ആദ്യം ഹൽവയാണ് വന്നത്. ആദ്യം ഹൽവയാണ്. അല്ല, ഇവിടെ ആദ്യം ഇഡ്ഡലിയുടെ കാര്യം അവതരിപ്പിച്ചപ്പോ അതിന്റെ പുറകെ ഹൽവ വന്നു. അപ്പൊ ഹൽവ പറയാൻ വേണ്ടി അല്ല ഞാൻ ഈ കഥ പറഞ്ഞു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. ഹൽവയുടെ കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഇപ്പൊ അശോകനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ആലോചിക്കാം. ആ മുരുകൻ ഇഡ്ഡലി ആ എപ്പിസോഡ് നമ്മൾ ഇരുന്ന് ആഹാരം കഴിച്ചത് അന്ന് വിനീത് വരാൻ കുറച്ച് ലേറ്റായി. അതിന് അശോകന് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. അല്ലെ, വരാൻ കുറച്ച് ലേറ്റായി. വേറെ എവിടെ നിന്നാണ് വന്നത് അല്ലേ? പക്ഷെ വന്നു. ഞാനത് പൊട്ടിക്കറിഞ്ഞു വരാം. വന്നു കഴിഞ്ഞ പിന്നെ സന്തോഷം. അറിയില്ലായിരുന്നു അന്ന്. പിന്നെ അശ്വിൻ ചേട്ടാ 3 കിലോ ഹൽവ കൊണ്ടുവന്നിട്ട് കുറച്ചേ കൊണ്ടുവന്നുള്ളൂ എന്ന് പറഞ്ഞത് അത് എല്ലാവരും അല്ല, അതെന്താ അറിയോ, ജഗദീഷിന്റെ ചില സമയത്ത് ചില സ്വഭാവം അനുസരിച്ച് ഞാൻ പറഞ്ഞതാണ് കുറച്ചേ കൊണ്ടുവന്നു. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്. പക്ഷെ ഇത്രയും പേര് ഇപ്പൊ അങ്ങ് കുറച്ച് കൊണ്ടുവരാൻ ഏതായാലും സാധിക്കില്ല. 3 കിലോ കൊണ്ടുവരണ്ടേ? ഹലുവ കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് ജഗദീഷേട്ടൻ കഴിച്ചവരെല്ലാരും ഭയങ്കര ഇനി നല്ല ഹലുവയായിരുന്നു അല്ലേ? മറക്കാൻ പറ്റില്ല. എൻജോയ് ചെയ്തിരുന്നു ഇതൊക്കെ. ഇവര് തമ്മിലുള്ള ഒരു കോംബോ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്നു, അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ ത്രൂ ഔട്ട് ദ സെറ്റിലും ഇത് തന്നെ കാണാനുണ്ടായിരുന്നോ? ഇപ്പൊ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ അല്ല, അവർ ഒരുപാട് അനുഭവിച്ചു. അതെന്താ വേഗം മൈക്ക് കൊടുക്കുന്നത്? അരുണൊക്കെ ഈ നല്ല സിനിമയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത്. ഞാൻ അരുണുമായിട്ട് സംസാരിച്ചിട്ടുള്ളപ്പോൾ ഒക്കെ തന്നെ നല്ല ഇംഗ്ലീഷ് സിനിമകളെ കുറിച്ച് സംസാരിക്കുക, അങ്ങനെയൊക്കെ. അരുൺ ഒരു നല്ല സിനിമയുടെ വക്താവാണ്. അപ്പോൾ ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ അരുണിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക. കാരണം അരുണിന്റെ അഭിപ്രായത്തിന് ഒരു അതിൻ്റെതായിട്ടുള്ള സത്യസന്ധത ഉണ്ടാവും. അപ്പൊ നോറ് ചോദിച്ചോളൂ അരുണിന്റെ അടുത്ത് ഈ ചിത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്. അതെ, അരുൺ ചേട്ടാ, ഇപ്പം നമ്മൾ ഇതുവരെ ഈ ഒരു ഇത്രയും സീനിയേഴ്സും ഇത്രയും ജൂനിയേഴ്സും എല്ലാവരും കൂടെ മിങ്കിൾ ചെയ്ത് നിൽക്കുന്ന ഒരു മൂവിയുടെ പാർട്ട് ഞാൻ ഇവരുടെ കൂടെ ചെയ്തിട്ടുണ്ട് മുമ്പ്. ഇങ്ങനെ ഒരു അഭിയുടെ ഫ്രണ്ട് ഒരുപാട് കാലമായിട്ട് എന്റെ സുഹൃത്താണ്. പക്ഷെ അവരുടെ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അല്ല, ഇതിലെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ദേവദത്ത് ഷാജി ആദ്യത്തെ സിനിമ ചെയ്യാമെന്ന് തോന്നിയില്ല. അതാണ് എനിക്ക് വലിയ ഇതായി തോന്നിയൊരു കാര്യം. എൻ്റെ ആദ്യത്തെ പടമാണിതെന്ന് തോന്നില്ലായിരുന്നു. എൻ്റെ സംവിധാന വിഭാഗവും എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായി വർക്ക് ചെയ്ത ഒരു സിനിമയാണ്. അത് സ്ക്രീനിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പാർട്ട് ഫ്രം നമ്മളിപ്പോൾ ഒരു സിനിമയുടെ ലൊക്കേഷനിലേക്ക് വന്ന എല്ലാവരും നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കുക. പക്ഷെ അതല്ലാതെ ഈ സിനിമയിലുണ്ടായിരുന്നൊരു വ്യത്യാസം ഇതാണ്. അരുൺ ചേട്ടൻ ഇപ്പൊ ഇനി എത്ര ഏജ് ആയാലും ആ പണ്ടത്തെ ആ ഒരു ചോക്ലേറ്റ് ബോയ് ഇമേജ് അത് ഇപ്പോഴും ആളുകളുടെ ഇടയിലുണ്ടല്ലേ? ചോക്ലേറ്റ് ഉണ്ടോന്ന് അറിഞ്ഞൂടാ. അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. ഇതിലെ റോളൊക്കെ അല്ല, ഇതിൽ സ്നേഹം, പഴയ ആ ഒരു സ്നേഹം ചോക്ലേറ്റ് ഉണ്ടോന്ന് ബോയ് ഇമേജ് അവിടെ ഇരുന്നോട്ടെ, അതിരുന്നോട്ടെ. അത് എൻജോയ് ചെയ്യുന്നുണ്ടോ? പിന്നെ എല്ലാം എൻജോയ് ചെയ്യല്ലേ, സ്നേഹല്ലേ. അതെ, ജഗദീഷ് ചേട്ടനും അശോകൻ ചേട്ടനും ഒരുപാട് മൂവീസ് ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനിടയ്ക്ക്, എല്ലാ ഫ്രണ്ട്ഷിപ്പിലും എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് ഒരുപാട് കാണും. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനിടയ്ക്ക് ഏറ്റവും അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു മെമ്മറി എന്താ അശോകൻ ചേട്ടാ? അല്ല, അങ്ങനെ സിനിമയിലുള്ള ഞങ്ങളുടെ തമാശകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഏകദേശം ഇങ്ങനെ തമാശ പറയും, നമ്മളൊക്കെ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കും, കളിയായിക്കൊണ്ടിരിക്കും. അതൊക്കെ തന്നെ ഒരു രസം. വേറെ അങ്ങനെ മെമ്മറബിൾ ആയിട്ടെല്ലാം ഉണ്ടോ? മെമ്മറബിളായിട്ട് ഒരു ടു ഹരിയർ എന്ന് പറഞ്ഞ ഇൻഹരിയർ എന്ന് പറഞ്ഞ 2ാം ഭാഗം വരുമ്പോൾ ആ സമയത്താണ് ഞാൻ ഒരു മുത്തച്ഛനാകുന്നത്.
അതെ അതെ correct. അത് നമുക്ക് ഈ ചിത്രമായിട്ട് ഒരു 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 എന്താ പറയാ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ട്രിവാൻഡ്രത്ത് ഒരു സീൻ എടുക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. അപ്പൊ ആ സമയത്ത് എനിക്ക് ട്രിവാൻഡ്രത്ത് എൻ്റെ പേരക്കുട്ടിയെ കാണാനുള്ള ആ ഒരു അവസരം കിട്ടുക, അത് ഞങ്ങൾ ഒരുമിച്ചൊരു യാത്രയായിട്ട് പോയിട്ട് തിരിച്ച് വീണ്ടും എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ആ ഒരു സീൻ എടുക്കാൻ വളരെ ചുരുങ്ങിയ സമയം കിട്ടിയുള്ളൂ. അതെ അത്ര ഒരു നല്ല മൊമെന്റിലെ ഷൂട്ട് കാരണം അതേ പറ്റുന്നുള്ളൂ. അതെ അതെ അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ ചിരി മാത്രമല്ലല്ലോ നമ്മുടെ ഓർമ്മ. ഒരു മുത്തച്ഛനാവുക എന്ന് പറയുമ്പോ പേരക്കുട്ടി എന്നൊക്കെ പറയുമ്പോ അതിന്റെ ഒരു ഒരു ഇമോഷണൽ. നിങ്ങൾ എല്ലാരും കൂടിയാണോ എല്ലാരും കൂടെ പോയിരുന്നു ഞങ്ങൾ കാണാനായിട്ട് പോയി? അപ്പൊ ചേട്ടന്റെ ഒരു അൺഫോർഗറ്റബിൾ മെമ്മറി എന്ന് പറയുമ്പോ അതാ. ഇപ്പൊ ചേട്ടൻ അങ്ങനെ പറഞ്ഞ സമയത്ത് അശോകൻ ചേട്ടന് എന്തെങ്കിലും മെമ്മറീസ് ഓർമ്മ വരുന്നുണ്ടോ? പിന്നെ അങ്ങനെ ആലോചിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ തീർച്ചയായിട്ടും വരും. പിന്നെ സമയം കുറെ ഞങ്ങള് 4 പേരും കൂടെ ഒരുമിച്ച് കാറിൽ പോകുമ്പോ ഈ കൂട്ടത്തിൽ ആരാണെന്ന് അറിഞ്ഞൂടാ ബൈക്കിൽ വന്ന് ഒരാളോട് പോടാന്ന് പറഞ്ഞു. അത് ഞാൻ പറയില്ല. അല്ല എനിക്ക് 4 പേരും ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു ഹരിഹർ നഗറിന്റെ ലൊക്കേഷനിൽ. ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ബൈക്കിൽ വന്ന ഒരാളുടെ അടുത്ത് കാറിൽ പോവുകയല്ലേ എന്ന് കരുതി ഈ 4 പേരിൽ ഒരാൾ, അതാരെന്ന് ഞാൻ പറയില്ല, അയാള് ഈ ബൈക്കിലുള്ള യാത്ര എന്റെ അടുത്ത് പറഞ്ഞു പോടാ എന്ന് പറഞ്ഞു. മുകേഷ് ചേട്ടനാണോ? അത് അശോകൻ പറയട്ടെ, നിക്ക് ഞാനതൊന്നും അല്ല. എന്നിട്ട് നമ്മള് എല്ലാം നോർമലായെന്ന് വിചാരിച്ച് നമ്മൾ സന്തോഷത്തിൽ നല്ല സ്പീഡിൽ കാർ പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ബൈക്കുകാരൻ ഓവർടേക്ക് വന്നും ഞങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിർത്തി. ആരടാ എന്നെ ഇടാന്ന് വിളിച്ചു. അല്ല ബൈക്കല്ല, മറ്റേ അന്നത്തെ BSI സൈക്കിളാ. അപ്പൊ ഒരിക്കലും പ്രതീക്ഷിക്കില്ല നമ്മള്. അവൻ തല്ലും, ഉറപ്പായിട്ടും വന്നിരിക്കുന്നു. അത് ചോദിച്ചു. അവസാനം കോംപ്രമൈസ് ചെയ്ത് ഞാനാണ്. ആരാണ് വിളിച്ചതെന്നുള്ളത് ഞാനത് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുകയാണ്. അശോകൻ, സിദ്ദിഖ്, മുകേഷ്, ഇതിൽ ആരാണെന്നുള്ളത് അശോകൻ ചേട്ടനല്ല. അശോകൻ ചേട്ടൻ ഞാനല്ല. അപ്പൊ ജഗദീശേട്ടൻ ഞാൻ വിളിച്ചിട്ടില്ല. കോംപ്രമൈസ് ഞാനാണ്. സോറി പറഞ്ഞിട്ടുണ്ടാവും. കോംപ്രമൈസ് അല്ല, ഞാനുമല്ല. അത് അശോകൻ പറയണ ജഗദീഷല്ല. അല്ല, നിങ്ങൾ രണ്ടാളും അല്ല. ഒരു ക്ലൂ ഉണ്ടോ? ഇല്ല. അശോകൻ തരുന്നതിൽ എനിക്ക് വിരോധമില്ല, ഞാൻ പറയും. അശോകൻ ചേട്ടൻ ഒരു ക്ലൂ കൊടുക്കാം. ഇല്ല, ഞാൻ ക്ലൂ വന്നാൽ ചിലപ്പോൾ അവരുടെ പേര് പറയേണ്ടി വരും. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. പറഞ്ഞ ഇവർ രണ്ടുപേരും അല്ലെന്ന്. ഞങ്ങൾ രണ്ടുപേരും അല്ല. വാസത്ത് ഈ പറഞ്ഞത് ആരും അവര് തമാശ പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, ഇത് വഴക്കായി. കാരണം ഞാൻ പറഞ്ഞു എന്തിനാ പോടാന്ന് ചോദിച്ചാ അതൊക്കെ ഒരു രസമല്ലേ എന്ന് ചോദിച്ചു ഈ വിളിച്ച ആള്. അപ്പൊ ഹൃദയം പോയ ആളെ പോടാ. ഏത് സ്ലാങ്ങിലാണ് വിളിച്ചത്? ഇല്ല, ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അവസാനം അത് വലിയ ഇഷ്യൂ ആയിട്ട് അവസാനം കോംപ്രമൈസ്. ഞാൻ പറഞ്ഞു സോറി. ഇതേപോലെ ഇദ്ദേഹം പിൽക്കാലത്ത് വീണ്ടും എടാ പോടാ വിളിച്ചിട്ടുണ്ടോ ആൾക്കാർ? പിൽക്കാലത്തും അത് ഉണ്ടാകണം, സാധ്യത ഉണ്ടായിരുന്നു. ഈ അശോകൻ ആളെ പറയിപ്പിക്കാനുള്ള പരിപാടി നോക്കുന്നുള്ളൂ. അഭിനന്ദിച്ചിട്ട് 2-3 അശ്വമേധം പോലെ 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ചോദിച്ചു. എനിക്കറിയാം. ഞാൻ ഇവരുടെ കൂടെ കുറച്ചു കാലം സ്പെൻഡ് ചെയ്താണല്ലോ ധീരന്റെ ഷൂട്ടിങ്ങിന്. ഇവരെന്താ പറയണത്, എന്താണ് എനിക്ക് മനസ്സിലാവും. അവരുടെ മനസ്സിലൊന്നുമില്ല. ചിലപ്പോ ഇങ്ങനെ സംഭവം നടന്നിട്ടേ ഉണ്ടാവില്ല. രണ്ടാളും ഒരേ ടൈമിൽ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവര് പ്ലാൻ ചെയ്തിട്ട് പരസ്പരം അടിയുണ്ടാവും. നമ്മൾ വിചാരിക്കും ഇവര് തമ്മിൽ തർക്കമാണ്, പക്ഷെ ഇവര് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം. നമ്മളാകെ നമ്മള് ഈ പറയുന്ന പോലെ ക്രൂരമായ തരത്തിൽ ഈ റാഗിങ് പോലെ ഒന്നും അല്ല. നമ്മള് റാഗിങ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ സെറ്റിൽ തന്നെ ഞാൻ അഭിറാമുമായിട്ട് ഉള്ള ഒരു തമാശ ഈ സെറ്റിൽ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അഭിറാമിന്റെ അടുത്ത് ആദ്യത്തെ പ്രാവശ്യം അഭിറാം ഈ സംവിധായകൻ ഹരിഹരന്റെ പ്രത്യേകത അറിയാമോ? പുള്ളി വളരെ താല്പര്യത്തോടെ ചേറക്കെട്ടിട്ട് പുള്ളി പ്രത്യേകത എന്താണെന്ന് അറിയാം. പുള്ളി ഇങ്ങനെ കസേരയൊക്കെ ഇട്ടിട്ട് എന്താണ് ചേട്ടാ? എന്റെ അറിവിൽ പുള്ളി രാവിലെ ഒരു ചായ കുടിക്കും. പുള്ളി കുറിച്ചെടുക്കാൻ കാത്തിരിക്കുക. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് 2 ഇഡ്ഡലി ആയിരിക്കണം മിക്കവാറും. അത് ഈ അശോകൻ ചിരിച്ചപ്പോ അഭിരാമിന് മനസ്സിലായി. വേണ്ട മനസ്സിലായി എന്ന് പറഞ്ഞ് മാറി. പിറ്റേ ദിവസം രാവിലെ ഞാൻ വന്ന് വെക്കും. മറ്റൊരു സംവിധായകൻ ഞാൻ ചായ കുടിക്കായിരിക്കുമല്ലോ. അല്ല, ഇദ്ദേഹം കാപ്പിയാണ്.
എൻ്റെ ഈ അടുത്ത് സീരിയസ് ആയിട്ടേ നമ്മളിങ്ങനെ ചിരി വരാണ്ട് കോമഡി പറയുന്ന കൂട്ടത്തില് അശോകൻ ചേട്ടൻ അടുത്തുണ്ടെങ്കിൽ എന്തായാലും ചിരിച്ചത് കൊളവാക്കും. അശോകൻ ഇന്നലെ ഫോൺ ചെയ്തപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, അഭിരാമിന്റെ അടുത്ത് പറയണ്ടേ ഏതെങ്കിലും സംവിധായകനെ കുറിച്ച് പറയണ്ടേ, ചോദിക്കണ്ടേ, ഇന്നലെ ചോദിച്ചു. ഇതും കഴിഞ്ഞിട്ട് ഒരു ബന്ധമില്ലാതെ പിന്നെ പറയുന്നു ശരവണ ഭവന്റെ ഓണർ, ശരവണ ഭവൻ ഹോട്ടൽ ഓണർ, പുള്ളിയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയോ? അപ്പോൾ ഇല്ലാതെ രാവിലെ ഒരു ബ്ലാക്ക് ടീ കഴിക്കും. അപ്പം പിന്നെ ചോദിച്ചു, അല്ല ഇത്രയും വലിയ ഒരു ഹോട്ടലാകുമ്പോൾ രാവിലെ മറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ മസാല ദോശ ഗീ റോസ്റ്റൊക്കെ അല്ലേ, അത് പുള്ളി കഴിക്കില്ല. രാവിലെ അത് കഴിഞ്ഞിട്ട് ഒരു ഒറ്റ വട, ഒരു വട, ഉഴുന്ന വട. അപ്പോൾ എന്നിട്ട് ചുമ്മാതെ ഒരു കാര്യം. അല്ല ഇതേപോലെ തന്നെ ജഗദീഷ് ചേട്ടൻ ഇതിന്റെ തന്നെ വേറെ വേർഷൻ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ദയവായി അശോകന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുന്നത്. അപ്പൊ ഞാൻ എന്താ ചേട്ടാ അശോകന് പ്രത്യേകിച്ച് പ്രത്യേകത ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കിട്ടും ഈ പിന്നെ ഇപ്പൊ ഇതുവരെയുള്ള കാര്യം അല്ലേ, എല്ലാ ദിവസവും രാത്രി ജഗദീഷൊക്കെ ദുസ്വപ്നം കാണുന്നത്. ഈ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോ അശോകനെ ചെറുതായിട്ട് പറ്റിച്ചെന്ന് പറഞ്ഞാൽ, അശോക വേറെ കാര്യം പറയാം, ഇതിലെ ധീരൻ ആരെന്ന് അറിയാൻ വന്നു വെച്ചാൽ ഇല്ല, അപ്പൊ അശോകന്റെ ക്യാരക്ടറാണ്. അത് അവസാനം അറിയാൻ പറ്റും. അല്ല സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതാണ് അത് ലാസ്റ്റ് സീൻ വായിച്ചിട്ടില്ല, ടെയിലിലാണ് മനസ്സിലാവുന്നത് അശോകന്റെ ക്യാരക്ടർ. പക്ഷെ ഇത് വേറെ ആരെടുത്തും പറയരുത്, വേറെ ആരെടുത്തും ഇത് പറയരുതെന്ന് പറഞ്ഞു. ഇത് മനോജിന്റെ അടുത്ത് ഞാൻ നിന്ന് പറഞ്ഞു, മനോജ് ഇതിൽ ധീരൻ ആരെന്നറിയല്ലേ, മനോജിന്റെ ക്യാരക്ടർ. ശരിക്കും ഒരു നിമിഷം വിചാരിച്ചോ? ഇല്ല, സത്യത്തിൽ ഇത് ആദ്യം എനിക്ക് ദേവൻ ആദ്യം എനിക്ക് ഞങ്ങൾ പരിചയമില്ലല്ലോ, അപ്പൊ ഇതിനെ എനിക്ക് ഒരു വോയിസ് പരിചയം തരുന്നത് അല്ലേ, ഞാൻ ഇന്നൊരാളാണ്, ഞാൻ ഇത് പടം മറ്റേ നമ്മുടെ ഭീഷ്മപർവ്വത്തിന്റെ റൈറ്ററാണ്, എൻ്റെ പേര് ഇതാണ്, എനിക്ക് നേരിട്ട് സൗകര്യമുണ്ട് എറണാകുളത്തിലും ഉണ്ടെന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, ഒരു സബ്ജക്റ്റ് പറയാനാണ് തോന്നുന്നത് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ദിവസമുണ്ട് ഇവിടെ ഉണ്ട് എറണാകുളത്താണ്, അത് ക്രൗൺ പ്ലാസയിലാണ്, ഇവിടെ തന്നെയാണ് അല്ലേ, ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ദിവസം പിറ്റേ ദിവസം ഒരു ഡേറ്റ് വരുമെന്ന് പറഞ്ഞു. ആ ദിവസം പക്ഷേ വന്നത് പനിയായിരുന്നു. പിന്നെ ഞാൻ അടുത്ത ദിവസം വരാമെന്ന് തോന്നുന്നു. അങ്ങനെ ആ പിറ്റേ ദിവസം വന്നപ്പോഴാണ് ഈ സബ്ജക്റ്റ് അവിടുന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പയ്യൻ, കൊച്ചൊരു പയ്യൻ സംസാരിച്ചു. അപ്പം ഈ നേരത്തെ ഈ അരുൺ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചോദിച്ചു, പുള്ളി ഡയറക്റ്റൊക്കെ ചെയ്യാം അങ്ങനെയുള്ള ഒരു പയ്യനായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ എനിക്ക് തോന്നി കണ്ടപ്പോൾ. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലേ, എന്തായാലും ശരി. പക്ഷേ കാര്യമില്ല, ഓക്കെ സബ്ജക്റ്റ് പറഞ്ഞു. സബ്ജക്റ്റ് പറയാൻ തന്നെ എല്ലാവർക്കും വളരെ പ്രാധാന്യമുള്ള കഥാപാത്രം, ഒരു ശകലം അതിനങ്ങോട്ടും ഒരു അടി പോലും വ്യത്യാസമില്ലാതുള്ള കഥാപാത്രം, എല്ലാവരുടെയും ഇമ്പോർട്ടൻസ് പറയും, അതെല്ലാം എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷൂട്ടിംഗ് സമയത്ത് പിന്നെ ഞങ്ങൾക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ വളരെ നല്ലതായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിട്ട് തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ശരിയല്ലേ, ഓരോ ഷോട്ടും കാര്യം യാതൊരു വിധമില്ലാതെ കറക്റ്റായിട്ട് കൊണ്ടുപോയി കൃത്യസമയത്തെല്ലാം തീരുന്നു. ഞങ്ങളെല്ലാം വളരെ കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരും, എല്ലാ രീതിയിലും. അതിന് പറയുമ്പോൾ അതിന് നല്ല കറക്റ്റായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ്, അവരെ പറയാതിരിക്കാൻ പറ്റും രണ്ടുപേരെയും. അല്ല അതിനെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഈ പ്രൊഡ്യൂസേഴ്സിന്റെയും ദേവന്റെയും കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇതിലെ രാജേഷ് മാധവൻ അവതരിപ്പിക്കുന്ന ധീരൻ എന്ന് പറയുന്ന ആ കഥാപാത്രം, അത് യഥാർത്ഥത്തിൽ വേറെ പല ഹീറോസിനെയും വെച്ച് ഇവർ ആദ്യം ആലോചിച്ചിരുന്നതാണ്. പേരൊന്നും പറയുന്നില്ല, 4 ഹീറോസ് എനിക്ക് തന്നെ അറിയാം. ഒരു ഹീറോയായിട്ട് സ്ക്രിപ്റ്റ് റീഡിങ് നടത്തിയവരെ എനിക്കറിയാം. അപ്പൊ അതൊക്കെ വിട്ടിട്ട്, പക്ഷെ ഇപ്പോ ഈ സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നത് രാജേഷ് മാധവനാണ്. കാരണം അങ്ങനെ ഒരു ഹീറോ ഇമേജ് ഉള്ള ഒരു ആക്ടർ ചെയ്യുന്നതിനേക്കാളും അങ്ങനെ പ്രത്യേകിച്ച് ഇമേജ് ഒന്നും ഇപ്പൊ രാജേഷ് മാധവനെ സംബന്ധിച്ചിടത്തോളം വേഴ്സറ്റൈൽ ആക്ടറാണ്, ഏത് റോളും ചെയ്യാം. അയാളിപ്പോ പ്രൊഫഷണൽ കില്ലറായിട്ട് അഭിനയിച്ച് ഷൈൻ ചെയ്തില്ലേ മരണമാസിലെ. അപ്പൊ അതേപോലെ ഇമോഷണൽ പക്ക ഹ്യൂമറും ചെയ്തിട്ടുണ്ട്, പക്ക നെഗറ്റീവ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ നായകന്റെ റോൾ രാജേഷിന്റെ കയ്യിൽ വളരെ ഭദ്രമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാസ്റ്റിംഗ് നടത്താൻ ഇവർക്ക് കോൺഫിഡൻസ് ഉണ്ടായി എന്നുള്ളതാണ്. അതെ. അപ്പൊ ഞാൻ വിളിച്ചു ചോദിക്കുകയും ചെയ്തു, രാജേഷ് മാധവൻ ഓക്കെ ആയിരിക്കും ചേട്ടാ, എന്റെ ക്യാരക്ടർ കറക്റ്റ് ആയിരിക്കും. അല്ല അതിന് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു അവരുടെ കോൺഫിഡൻസും നമുക്ക് തീർച്ചയായിട്ടും, കാരണം അവരാണ് പൈസ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അഭിരാം ചേട്ടാ, അപ്പൊ ഇത്രയും തവണ ജഗദീഷ് ചേട്ടൻ അഭിരാം ചേട്ടനെ പറ്റിച്ചു, വീണ്ടും വീണ്ടും പറ്റിക്കാനായിട്ട് നിന്ന് കൊടുത്തിട്ടുണ്ടോ?
കൃഷ്ണഗിരിയിലായിരുന്നു ഷൂട്ട്. അവിടുന്ന് ഓടി രക്ഷപ്പെടാനൊന്നും പറ്റില്ല. പിന്നെ ഈ സിനിമ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അതിന്റെ പുറത്തോട്ട് എനിക്ക് രസമാണ്. എനിക്ക് ഇവരുടെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഒരു കാര്യം. ഇതിന്റെ പ്രൊമോഷൻ സമയത്ത് വിളിച്ചപ്പോൾ ആദ്യം വരില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ജഗദീഷ് ചേട്ടൻ അശോട്ടം വരുമല്ലോ ഉറപ്പായിട്ടും, എന്നാലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു. അവരുണ്ടെങ്കിലേ വരുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വരില്ലെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഭയങ്കര ബോറടിയാ. ഇവരുണ്ടെങ്കിൽ പിന്നെ സമയം ചെറിയ തോതിലൊക്കെ എപ്പോഴും പറ്റിച്ചിട്ടുണ്ട്. അഭിരാമിനെക്കാളും അശോകനെ ഞാൻ പറ്റിച്ചു. കാരണം വെച്ചിരുന്നാൽ ഇതിൽ ആംബുലൻസ് ഡ്രൈവറായിട്ട് ശബരീഷ് ഓർമ്മയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ശബരീഷ് നല്ല ആക്ടറാണ്, നമുക്കറിയാം, സംഗീതമായിട്ടുള്ള ബന്ധമൊക്കെ നമുക്കറിയാം. അപ്പം ഈ ആംബുലൻസ് ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു സീൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ അശോകൻ്റെ അടുത്ത് പറഞ്ഞു, അശോക ആരടുത്തും പറയരുത്, എന്താ ശബരീഷ് ഡ്രൈവിംഗ് പഠിച്ചിട്ട് 3 ദിവസമേ ഉള്ളൂ. അപ്പം നമ്മൾ അശോകൻ പേടിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ എടുത്ത സീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ പോകുന്ന സീൻ. ഓ നല്ല സ്പീഡിൽ പോകുമ്പോ അശോക് എന്നെ നോക്കും. ഞാൻ പറയും യഥാർത്ഥത്തിൽ ശബരീഷ് നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാം. നല്ല സ്പീഡില് ശബരീഷ് ഒരു സീനുണ്ട്, ഒരു സീക്വൻസ് ഉണ്ട്, അത് കാണുമ്പോൾ മനസ്സിലാകും. ഭയങ്കര സ്പീഡിൽ വരുന്നത്, അത് ഡ്യൂപ്പില്ലാതെ പുള്ളി നമുക്ക് ആർക്കും ചെയ്യാൻ ആലോചിക്കാൻ പറ്റില്ല, അത്ര സ്പീഡിൽ പുള്ളി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് അതെങ്ങനെ ഡ്രൈവിംഗ് എത്ര തറവല്ലെന്ന് തോന്നി. എൻ്റെ അടുത്ത് ചോദിച്ചു ഗിയർ ഏതാന്ന് ചോദിച്ചു. ശബരീഷ് എൻ്റെ അടുത്ത് ചേട്ടാ ഇത് തന്നെയല്ലേ ഗിയർ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോ അല്ല എനിക്കിത് എവിടെ ഫസ്റ്റ് ഒന്നും പിടി കിട്ടുന്നില്ല. റിവേഴ്സ് ആണോ? അതിന്റെ ഗിയർ അങ്ങനെയായിരുന്നു. അതായത് ഫസ്റ്റ് ഇടേണ്ടത് റിവേഴ്സ് ആണ്. റിവേഴ്സ് അങ്ങനെ ഓപ്പോസിറ്റ് ആയിരുന്നു. വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ശബരീഷ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടി ആക്ച്വലി. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ ഇതിന്റെ ഈ സ്റ്റണ്ട് മാസ്റ്ററും ഈ ആൾക്കാരുണ്ടല്ലോ പ്രൊഫഷണൽസ് വന്ന് ഓടിച്ചപ്പോഴാണ് ഒരു ആക്സിഡന്റ് ഉണ്ടായത്. ബ്രേക്ക് സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ ശബരീഷ് ഓടിച്ചപ്പോൾ ഒരു കുഴപ്പം എല്ലാവരും വീണു. സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ എല്ലാവരും വന്നു. നിങ്ങൾ എല്ലാവരും വന്ന് വീണു. ഈ ആംബുലൻസ് ഒരു ക്യാരക്ടറാണ്, ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. ആ ആംബുലൻസ് ഇങ്ങനെ നല്ല സ്പീഡിൽ പോയിട്ട് അതിനകത്ത് ഡ്രൈവ് ചെയ്ത ആള് ഒരു ഡ്യൂപ്പിനെ വെച്ച് തന്നെ ആ സമയത്ത് ഓടിച്ച് നമ്മുടെ റിയാക്ഷൻ എടുക്കാനായിരുന്നു. പക്ഷെ സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും തീർച്ചയായും അത് നമ്മുടെയും പ്രശ്നമുണ്ട്, കമ്മ്യൂണിക്കേഷൻ. അതായത് ഇത്ര ബ്രേക്ക് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. ബ്രേക്ക് ഇട്ട് നിർത്തണം എന്നുള്ളായിരുന്നു. പക്ഷെ ഇവര് സ്റ്റണ്ട് മാസ്റ്റേഴ്സ് ഒക്കെ വന്ന് ചെയ്യുമ്പോൾ ഇവര് മറ്റേ ബാക്ക് പോകുന്ന പോലെയാണ്. വണ്ടി ഇങ്ങനെ നിൽക്കാന്നല്ല, ബ്രേക്ക് ഇട്ടപ്പോ വണ്ടി നേരെ ഇങ്ങനെ ആയി ഫുൾ. അത്രത്തോളം നമ്മളെല്ലാം തെറിച്ചു. അത് ഈ സ്റ്റണ്ട് മാസ്റ്റർ പറഞ്ഞില്ല, ബ്രേക്ക് ചെയ്യാണ്. ബ്രേക്ക് ചെയ്യുന്നത് നമുക്കറിയാം, ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നില്ല. ജഗദീഷ് ചേട്ടന് കൈക്ക് പരിക്ക് പറ്റി. എല്ലാവർക്കും ചെറിയ തോതിൽ. പക്ഷെ ഈശ്വരാനുഗ്രഹത്തിന് ആർക്കും അത്ര ഒരു ഷൂട്ടിങ്ങിനെ ബാധിക്കത്തക്ക രീതിയിലുള്ള ആർക്കും ഒന്നും സംഭവിച്ചില്ല. ഞാൻ വിനീതേട്ടന്റെ കൂടെ വിനീതിന്റെ കൂടെ അതിനധികം കോമ്പിനേഷൻ ഇല്ല. ഭാഗ്യത്തിൽ ഞങ്ങൾ ഇന്ന് രക്ഷപ്പെട്ടു. പിന്നെ കുറെ അനുഭവം ഉണ്ടാവുമല്ലോ. അരുൺ ഞാനോട് മുമ്പ് ഒരു നമ്മൾ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഈ ആക്സിഡന്റ് ബ്രേക്ക് ചവിട്ടി ആക്സിഡന്റിന് ശേഷമാണ് ഈ അശോകൻ ഇഡലി വാങ്ങിച്ചു തന്നത്. അപ്പൊ രണ്ടും കൂടെ ക്ലാഷ് ആവുന്നത്. ക്ഷീണം തീർക്കാനും എല്ലാവരും ഭയം മാറ്റാനും ഒക്കെ ആയിട്ട് ചെയ്തതാണ്. നമ്മുടെ മനോജ് ചേട്ടനാണെങ്കിലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് റീൽസും എല്ലാം ഇടാറുണ്ട്. അപ്പോ നിങ്ങളെയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് റീൽസ് ഇടാനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അത്ര ബുദ്ധിമോശം കാണിക്കാറില്ല. കാണാറുണ്ടോ മനോജ് ചേട്ടന്റെ ഇൻസ്റ്റഗ്രാം പേജും റീൽസും ഒക്കെ? ഇൻസ്റ്റഗ്രാമിൽ ഞാനും ഇല്ല. അതുപോലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ ആഗ്രഹമുള്ളത് പോലെ ചെയ്യാൻ മനോജിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മനോജിന്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമില് എന്തെങ്കിലും ഒക്കെ ഇട്ടോണ്ടിരിക്കണം. സ്റ്റാറാണ് ഇൻസ്റ്റാഗ്രാമില്. അതെ, പുള്ളി എന്താണ് ചെയ്തോട്ടെ, നമ്മുടെ അനുവാദം. ഞങ്ങളിപ്പോ നാളെ ഇനി ചെയ്യേണ്ടതാണ് മനോജ് ചെയ്യില്ല. എന്തുകൊണ്ടാ ജഗദീഷ് ചേട്ടാ ഇൻസ്റ്റഗ്രാമിലോട്ട് വരാത്തത്? ഞാൻ വരുമ്പോ ഒരു വരവായിരിക്കും. എല്ലാത്തിലും ഏത് സമയത്തും പ്രതീക്ഷിക്കാം, എവിടെ വേണോ വരാം. വേറെ കാര്യമുണ്ട്, അതൊക്കെ ഞാൻ ആലോചിക്കുന്നത് ഇൻസ്റ്റയിലാണെങ്കിൽ ആയിക്കോട്ടെ, വേറെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എൻ്റെ ചാനലോ ഒക്കെ പ്രതീക്ഷിക്കേണ്ടത്, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വേഷങ്ങൾ എനിക്ക് മലയാള സിനിമയിൽ കിട്ടിയില്ലെങ്കിൽ ഈ മീഡിയയിലെല്ലാം ഞാൻ വരും. മലയാളി ചലച്ചിത്ര പ്രവർത്തകരോടുള്ള അതാണ് എനിക്ക് പറയാനുള്ളത്. അതുണ്ടെങ്കിൽ നമ്മളിപ്പോ ആക്ടിങ്ങിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഇൻസ്റ്റയിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ആൻസർ ഇതല്ല.
തിരിഞ്ഞാ വന്നത്. സോഷ്യൽ മീഡിയ ഇല്ലാതെ തന്നെ ഇത്രയും സിനിമകളുണ്ട്. സോഷ്യൽ മീഡിയയിൽ അതെ 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 എല്ലാവരുടെയും റോൾസ് മിസ്സാവും. ഇല്ല, എനിക്ക് നമ്മളെപ്പോഴും ചിന്തിക്കുമല്ലോ, നമ്മള് സിനിമയില് ഇവരുടെ നിന്നൊക്കെ എത്രയോ വർഷമായിട്ട് സിനിമയിൽ നിലനിൽക്കുന്നു. അതായത് ഒരുപാട് വേഷങ്ങൾ, നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും വേഷങ്ങൾ ചെയ്യുന്നു. നമ്മളിവിടെ ഇപ്പൊ കാണുന്നത്, നമ്മളിപ്പോ ഇത്രയും കുറച്ച് അനുഭവത്തിൽ തന്നെ നമ്മൾ സിനിമയിൽ എത്തി എന്ന് വിചാരിക്കുന്ന സമയത്ത് ഇവരെ കാണുമ്പോൾ നമ്മളൊന്നുമല്ല എന്ന് മനസ്സിലാവുന്നത്. കാരണം ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന സിനിമകളെ കുറിച്ച് ആൾക്കാർ പലപ്പോഴും അഭിപ്രായം പറയാനുള്ളത് വെച്ചാൽ, നമുക്ക് പണ്ട് കാലത്തെ ഈ ആക്ടേഴ്സിനെ, ക്യാരക്ടർ ആക്ടേഴ്സിനെ, അതായത് ജഗദീഷ് ഏട്ടനെയും അശോക് ഏട്ടനെയും അതുപോലത്തെ ആൾക്കാരെയൊക്കെ കമ്പയർ ചെയ്തിട്ട് നമ്മളെടുത്ത് പറയാം, അവരൊക്കെ ചെയ്ത തരത്തിലുള്ള കഥാപാത്രങ്ങളിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് അവർ അവിടം വരെ എത്തിയത്, അവരുടെ പ്രോസസ്സ് എന്താണെന്നുള്ളത് ഭയങ്കര നേരിട്ട് മനസ്സിലാക്കാൻ പറ്റി ഈ ധീരനിലൂടെ. ഫാലിമിയിൽ നമ്മൾ ബനാറസിലാണ് ഞാൻ ജഗദീഷ് ചേട്ടനെ കാണുന്നത്. ആ സമയത്ത് ഇതൊരു മലയാള സിനിമ സെറ്റപ്പേ അല്ല. ഫാലിമി അതിൽ അവിടെ ഒരു നോർത്ത് ഇന്ത്യൻ നമ്മൾ ടൂറിന് പോയ പോലെ കാണും, ഒരു സിനിമ സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് കറക്റ്റായിട്ട് ധീരനിലാണ് സംഭവിച്ചത്. ഇപ്പോൾ ദേവൻ എൻ്റെ അടുത്ത് കഥ എന്ന് പറയുമ്പോൾ പറഞ്ഞൊരു ലിസ്റ്റ് ഓഫ് ആൾക്കാരുണ്ട്. ആ ലിസ്റ്റ് ഓഫ് ആൾക്കാർ തന്നെയാണ് ഈ സിനിമയിലേക്കുള്ള എൻ്റെ അട്രാക്ഷൻ. അതുപോലെ തന്നെ ജനങ്ങൾക്കും ഈ സിനിമ കാണാൻ തിയേറ്ററിൽ കയറാനുള്ള അട്രാക്ഷനും അത് തന്നെയായിരിക്കും. അതെ 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 ഇത്രയും കാസ്റ്റിനെ കാണുമ്പോഴത്തേക്ക് അശോകൻ ചേട്ടനും ജഗദീഷ് ചേട്ടനും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങനെ വേണ്ടാന്ന് വെച്ചേക്കുവാണോ, അതോ ഉടനെ പ്രതീക്ഷിക്കാമോ? അല്ല, അത് പറയാൻ പറ്റില്ല. ഈ തൽക്കാലം അതെല്ലാം ഇല്ല. ജഗദീഷ് ചേട്ടൻ അതെ, ജഗദീഷ് തുടങ്ങാൻ വേണ്ടി അശോകൻ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നാല് അതിനെക്കുറിച്ചുള്ള ആൾക്കാരുടെ ചിലപ്പോൾ വല്ല കമന്റ്സോ മറുപടിയോ വന്നാൽ അശോകൻ ചിലപ്പോൾ രൂക്ഷമായിട്ട് മറുപടി പറയേണ്ടി വരും. അത് ഒഴിവാക്കാൻ എന്നുള്ളതാണ് അശോകന്റെ ലക്ഷ്യം. നമ്മൾ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കുന്നത്. എന്നെ ഇതൊക്കെ ഇൻസ്പയർ ചെയ്യാണ് ജഗദീഷ്. അപ്പൊ അങ്ങനെ വരാതിരിക്കാനുള്ള നാളെ പറയാൻ പറ്റില്ല. ഇവർക്കെല്ലാം അറിയാം, അപ്ഡേറ്റഡ് ആണ്. Updated ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആൾക്കാരല്ല. ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ അതിന്റെ കഥ കേൾക്കുന്നത് മുതൽ നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് എൻജോയ് ചെയ്യുക. കഥ കേൾക്കുമ്പോൾ അതിൻ്റെ ത്രില്ല്, പിന്നെ എന്താണ് ഷൂട്ടിംഗ് തുടങ്ങുക, നമ്മുടെ സംഭവം എന്താണ്, അതിനുശേഷം ഷൂട്ടിംഗ് സമയത്തുള്ള ത്രില്ല്, ഡബ്ബിങ് നമുക്കൊരു ത്രില്ലാണ്, പ്രൊമോഷൻ പരിപാടി നമുക്കൊരു ത്രില്ലാണ്. അല്ലാതെ ഇതെല്ലാം നമ്മുടെ എന്താ പറയാ ഒരു ജോലിയാണെന്ന് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് സന്തോഷിക്കണം. എല്ലാ പടത്തിലും നമുക്ക് ഈ ത്രില്ല് വരില്ല, അത് പറയാം. എല്ലാ സിനിമ നമ്മുടെ ജോലിയാണെങ്കിൽ പോലും ഇത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ എല്ലാ പടവും കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഷൂട്ടിംഗ് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മുടെ കോമ്പിനേഷനിൽ നമ്മൾ എത്രത്തോളം നമുക്ക് ഇതേപോലുള്ള ധീരന് വേണ്ടി എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും, അതിന് സത്യസന്ധമായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. ധീരന് വേണ്ടി എന്നുള്ള ഒരു പ്രൊമോഷനിൽ അശോകൻ പറഞ്ഞ പോലെ നമ്മൾ അനാവശ്യമായിട്ട് ധീരനെ കുറിച്ച് പുകഴ്ത്തേണ്ട കാര്യമില്ല. ധീരനിൽ സ്റ്റഫുള്ള ധീരനാണ്. അപ്പം ധീരതയോടെ തന്നെ പ്രേക്ഷകർക്ക് വന്ന് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ രണ്ടാളെയും നമുക്ക് നിങ്ങളുടെ ഒരു കോംബോ ഒക്കെ റെയർ ആയിട്ട് ഇന്റർവ്യൂസിലൊക്കെ കിട്ടാറുള്ളൂ. അപ്പൊ നിങ്ങൾ രണ്ടാളെ എന്തായാലും കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഒരു സീൻ പറയാം. നമ്മുടെ ഇൻഗോസ്റ്റ് ഹൗസിൻ്റെ അകത്തെ നിങ്ങളുടെ ഫസ്റ്റ് ഡേ അശോകൻ ചേട്ടൻ ഇവരെല്ലാം പേടിപ്പിച്ചെല്ലാം കഴിയുമ്പോഴത്തേക്ക് മുകേഷ് ചേട്ടനും സിദ്ദീഖ് ചേട്ടനും ഒക്കെ നന്നായിട്ട് പേടിക്കും, ജഗദീഷ് ചേട്ടൻ ഒട്ടും പേടിക്കില്ല. എന്നിട്ട് അവസാനം വന്നിട്ട് അയ്യോ തോമസ് കുട്ടി എന്ന് പറഞ്ഞിട്ട് ഞെട്ടുന്ന ഒരു സീനുണ്ട്. ലൈക്ക് അങ്ങനെ ഒരുപാട് സീൻസ് ഉണ്ട്. അപ്പോ ആ ഒരു സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു എന്താ ഗോസ്റ്റ് ഹൗസിലെ ഫസ്റ്റ് മെമ്മറീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ജഗദീഷ് വാസത്തിനകത്ത് ഈ പേടിക്കുന്നില്ല എന്ന് പറയാമെങ്കിലും ഈ ആ കാരന് പേടിയുണ്ട്. നിങ്ങൾ പേടിക്കും, പക്ഷെ ഞാൻ പേടിക്കില്ല. അങ്ങനെ അതിലൊരു ഡയലോഗ് പറയുന്നുണ്ട്, പേടിക്കാനും ഒരു മിനിമം ബുദ്ധി അപ്പൊ ബുദ്ധി കുറവാണ്. അതുകൊണ്ട് എന്ന് ലാല് പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ ബുദ്ധി കുറവാണെന്ന് ബാക്കിയുള്ളവർ ധരിക്കുമെങ്കിലും അപ്പുകുട്ടന് അത്യാവശ്യം ബുദ്ധിയുണ്ട്. പല കാര്യങ്ങളിലും അപ്പുകുട്ടൻ ബുദ്ധിയോടെയാണ് പെരുമാറുന്നത്. അവസാനം നെറുപടി മേടിച്ചോണ്ട് ക്യാരക്ടറിനെ ഇടിക്കുന്നില്ലേ, നീ എന്താ വിചാരിച്ചതെന്ന് ചോദിച്ചിട്ട് ഇടിക്കുന്നില്ലേ. അപ്പൊ അവിടെയൊക്കെ ബുദ്ധി അത്യാവശ്യമുണ്ട്. ഈ പേടിയുടെ സംഭവങ്ങളൊക്കെ ഹരിഹർനഗറിലെ ഓരോ സീനും ഈ പറയുന്ന പോലെ അഭിനയത്തിന്റെ ഒരു രസവും സുഖവും ഒക്കെ നമുക്ക് കിട്ടിയ സീനുകളാണ്. അതിപ്പം അതിനകത്ത് എന്താ പറയാ, ഇത്രയും പ്രായമായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിന്റെ ഒരു ഔചിത്യ കുറവ് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ചെറുപ്പമാവാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മതിൽ നിന്ന് എടുത്ത് ചാടുന്ന അതൊക്കെ പർപ്പസ്ഫുള്ളി എഴുതി ചേർത്ത സീനാണ്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ പ്രായത്തിന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ പ്രായമായി എന്നുള്ള ചിന്തയെങ്കിലും വേണ്ടേ എന്ന് പ്രേക്ഷകർക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ചെറുപ്പമാവാം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരു സീനും കൂടെ ആഡ് ചെയ്തു. ഗോസ്റ്റ് ഹൗസ് ആണോ അതോ ടു ഹരിഹർനഗർ ആണോ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്? ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇൻ ഹരിഹർനഗറും ടു ഹരിഹർനഗറും. ഇൻ ഗോസ്റ്റ് ഹൗസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ രസിച്ചിട്ടുള്ളത്.
ഏത് വീട്ടിൽ ചെന്നാലും അവിടുത്തെ കുട്ടികൾ ഈ പറയുന്ന പോലെ ഗോസ്റ്റ് ഓഫ് സിൻ, എനിക്ക് ഗോസ്റ്റ് ഓഫ് സിന്നിനെക്കാളും ആദ്യത്തെ 2 ഭാഗങ്ങളാണ് കൂടുതൽ ഇഷ്ടം. വളരെ ഇഷ്ടമാണ് ഗോസ്റ്റ് ഓഫ് സിൻ, പക്ഷെ അതിനേക്കാളും ഇഷ്ടം 1 ഉം 2 ആണ്. ഇത് ഗോസ്റ്റ് ഓഫ് സിന്നിന്റെ ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് കൂടുതൽ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ സീനില്ലേ, മറ്റൊന്നും പേടിക്കാത്ത നമ്മുടെ അപ്പുക്കുട്ടൻ പേടിക്കുന്നത് തോമസ് കുട്ടിയെ കണ്ടിട്ട്, അയ്യോ തോമസ് കുട്ടി എന്ന് പറഞ്ഞിട്ട്, ഇത് ശരിക്കും കയ്യിൽ നിന്ന് സ്പോട്ടായിട്ട് ഇട്ട സംഭവമാണോ? അതിനകത്ത് കുറച്ചൊക്കെ അങ്ങനെ കൈ നിട്ടിട്ടുണ്ട് സംഭവങ്ങൾ. അത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇംപ്രവൈസ് ചെയ്ത സീൻ, ചെപ്പ് കളിക്കണ ചങ്ങാതിയില് ഒരു സീൻ നമ്മൾ ഇംപ്രവൈസ് ചെയ്തതാണ്. അതായത് ലളിത ചേച്ചി വലിഞ്ഞു കയറിയ ഒരു കഥാപാത്രമാണ് വീട്ടിലേക്ക്. അപ്പൊ ഒരു ശല്യം പോലെ വന്നിരിക്കുകയാണ്, ഇവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അപ്പം മാമുക്ക വന്നിട്ട് ഈ മുഖംമൂടി ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പൊ ലളിത ചേച്ചി അത് കണ്ടിട്ട് പേടിക്കാതെ ആളിച്ചിരിക്കും. അപ്പൊ നിരാശനായിട്ട് മാമുക്ക മുഖംമൂടി എടുക്കുമ്പോ അയ്യോ ഹൈലൈറ്റ് അതാണല്ലേ. അങ്ങനെയൊക്കെയുള്ള സീൻസ് നമ്മൾ ഇംപ്രവൈസ് ചെയ്ത് റെഡിയാക്കും. അതിന് മാമുക്ക തയ്യാറായെന്നുള്ളതാണ്, മാമുക്ക തയ്യാറായെന്നുള്ളതാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പൊ നമ്മള് ഈ നമ്മൾ സൗന്ദര്യം, നമ്മൾ സുന്ദരനല്ല എന്ന് സ്ഥാപിക്കുന്ന സീനുകൾ ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെ ഉണ്ടാക്കണ്ടെന്ന് വിളിക്കുന്നു, നിനക്ക് മത്തങ്ങ പോലുള്ള കണ്ണുകൾ ഉണ്ടല്ലോടാന്ന് പറവൂർ പരതഞ്ചേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉണ്ടക്കണ്ണ്, മത്തങ്ങ പോലത്തെ കണ്ണ്, കള്ളലക്ഷണം, ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ ക്യാരക്ടറെ എന്താ പറയാ കളിയാക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ആക്ടർ നിലയിൽ നമ്മുടെ കരിയറിന് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. ഈ സ്പോട്ട് ഇംപ്രവൈസേഷൻ കണ്ട് ഞെട്ടിയതായിട്ടുള്ള ഏതെങ്കിലും ആക്ടേഴ്സ് ഉണ്ടോ? ലൈക്ക് അത് കണ്ട് അശോകൻ ചേട്ടൻ അത്ഭുതപ്പെട്ടു പോയിട്ടുള്ള നടന്മാരുണ്ടോ അല്ലെങ്കിൽ നടിമാരുണ്ടോ? അത് കൂടുതലും നമ്മൾ ഈ സിനിമ കാണുമ്പോഴായിരിക്കും കൂടുതൽ അറിയുന്നത്. അഭിനയിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അങ്ങനെ ഒരുപാട് പേരുണ്ട് തീർച്ചയായിട്ടും. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരാളുടെ ഓർക്കുന്നതിൽ ധാരാളം ആക്ടേഴ്സ് ഉണ്ടല്ലോ. അങ്ങനെ അവരുടെ സിനിമയിൽ പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ വളരെ ഗംഭീരമായിരിക്കും, മനോഹരമായിരിക്കും നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് ഇപ്പം ജഗദീഷിനെ എത്തിക്കൊണ്ട് പറഞ്ഞല്ല, ജഗദീഷ് അതുവരെ കുറേ നാൾ മുമ്പ് വരെ വളരെ കോമഡി ഹ്യൂമറസ് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്ന ജഗദീഷ് പല പടങ്ങളിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ സീരിയസ് വേഷം ചെയ്യുന്ന നമുക്ക് ഒരുപക്ഷെ ഓഡിയൻസ് പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. അത്ര വളരെ ഡിഫറെൻ്റ് ആയിട്ട് ക്യാരക്ടർ ജഗദീഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫാലിമേന് ഉദാഹരണം പറയാം, അങ്ങനെ പല പടങ്ങളും, ലീല, കിഷ്കിന്ദാകാന്ഡം, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച പടം. ഇങ്ങനെയൊക്കെ അത് പെട്ടെന്ന് നമുക്ക് തോന്നും, സ്ട്രൈക്ക് ചെയ്യും. അത് ഇങ്ങനെ പലരെയും നമുക്ക് പറയാനുണ്ടാവും. അശ്വൻ ചേട്ടാ, ഈ ഇപ്പം നിങ്ങളാണെങ്കിൽ പോലും പണ്ട് മുതലേ ഒന്നിച്ച് ഒരുപാട് സിനിമകൾ, അപ്പൊ ആദ്യമൊക്കെ ജഗദീഷേന്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുമ്പോൾ തന്നെ കോമഡി, പിന്നെ ഹീറോ ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോ ജഗദീഷേന്റെ ഒരു ചേഞ്ച് കൊണ്ടുവരുത്തി, പിന്നെ ഒരുപാട് വെർസറ്റൈൽ ആയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളിൽ പെട്ടെന്ന്. അപ്പോൾ അത് കണ്ടപ്പോഴാണോ റിയലൈസ് ചെയ്തത് ജഗദീഷേട്ടൻ ഇത്തരം കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യും? അതോ നേരത്തെ തന്നെ അറിയായിരുന്നോ? ജഗദീഷേട്ടൻ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇതേപോലെ ഒരു ഷിഫ്റ്റ് കൊണ്ടുവരും എന്നുള്ള കാര്യം? ഞാൻ അതാ പറഞ്ഞു. അപ്പം ജഗദീഷിനെ കുറിച്ച് ഇതുവരെയുള്ള ഞാൻ ഉൾപ്പെടെ പലരും ധരിച്ചിരിക്കുന്നത് കോമഡി ക്യാരക്ടർ കൊള്ളിച്ചിരിക്കുന്നത് പുള്ളി അങ്ങനെ റോളും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അത് തന്നെ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ടുള്ളത്. അത് ഒരു ആക്ടറെ സംബന്ധിച്ചത് വലിയൊരു പ്രത്യേകതയുള്ള കാര്യമാണ്. അപ്പം അതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് റോൾസാണ് ഇപ്പോൾ ജഗദീഷ് മിക്ക പടത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പിന്നെ എന്താ പറഞ്ഞാൽ എത്ര പടങ്ങളുണ്ട് അങ്ങനെ, ലീലയുണ്ട്, ഫാലിമിയുണ്ട്, ഞാൻ കിഷ്കിന്ദാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ട്, മാർക്കോ ഇപ്പം അത് ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടറല്ലേ, റോഷാക്ക്, ലീല, പിന്നെ ഒരു ഗരുഡൻ, അങ്ങനെയൊക്കെ ഒരുപാട് പാട്ടുണ്ട് അങ്ങനെ. അപ്പൊ അത് ഒരു ആക്ടറെ സംബന്ധിച്ചൊരു വലിയ നേട്ടമല്ലേ അത്. ഒരു ക്യാരക്ടർ മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ക്യാരക്ടർ ചെയ്യില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവിക ഒരു ആക്ടറെ സംബന്ധിച്ചത് അത് പറ്റില്ല. കഴിയുന്ന ഡിഫറെന്റ് ക്യാരക്ടർ ചെയ്യാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന സംവിധായകരാണ്. ഇതില് എന്താ പറയുക, അബ്ബാസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ഓരോ സീനിലും അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് നിർവചിച്ചിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓരോ എക്സ്പ്രഷനും അത് ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു സംഭവം അങ്ങനെയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു പ്രേക്ഷകരുടെ മനസ്സിൽ അത് പതിയുന്നുണ്ടെങ്കിൽ അതിന്റെ എഴുത്തിലും അതിന്റെ സംവിധാനത്തിലും വലിയ പങ്ക് വഹിക്കാനുണ്ട്. അവര് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്, ഉൾക്കൊണ്ടിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളതാണ്. അബ്ബാസ് ഒരു നല്ല ചലഞ്ചാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് ബാക്കിയുള്ളവരുടെ ഈ ചിരിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ പോലും എനിക്ക് പല ഷെയ്ഡ്സും കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വാത്സല്യം എന്നൊരു വികാരം ഇതിനകത്ത് ഒരുപാട് സ്ഥലത്ത്, സ്നേഹം എന്നുള്ളൊരു വികാരമുണ്ട്, ഉത്തരവാദിത്വം എന്നുള്ളൊരു വികാരമുണ്ട്, ഉത്തരവാദിത്വം ഇല്ലായ്മ എന്നുള്ളൊരു വികാരം ചില ഏരിയസിലുണ്ട്, സ്വന്തം വീട്ടുകാര്യങ്ങളിൽ വലിയ ഉത്തരവാദിത്വം ഇല്ലായ്മ എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ അങ്ങനെ പല ഷെയ്ഡ്സ് ആണ്. നേതൃത്വത്തിന്റെ സിറ്റുവേഷൻ പറ്റാതാവുന്നതാണ്. അതെ, അതാണ് നേതൃത്വത്തിന്റെ ഒരു സംഭവമുണ്ട്.
ഇവരെയൊക്കെ നയിച്ചുകൊണ്ട് പോവുക എന്നുള്ള ഒരു ദൗത്യമായിട്ട് നയിച്ചുകൊണ്ട് പോവുക എന്നുള്ള ഒരു സംഭവമുണ്ട്. ഒരു ബാക്കിയുള്ളവർ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഇയാളുടെ ജീവിതത്തിൽ വന്ന ഒരു ട്രാജഡിയുടെ റിയൽ ലൈഫ് എന്താണെന്നുള്ള റിയൽ സ്റ്റോറി എന്താണെന്നുള്ള ഇയാൾക്ക് മാത്രമേ അറിയാവൂ. ബാക്കിയുള്ളവരൊക്കെ ഒരു കഥ ഒരു സംഭവമാണ്, എന്താണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. ആ കഥയിൽ ഞാൻ ഒരു വിക്ടിമാണ്. നിങ്ങളെ നിങ്ങളോട് ഒരാൾ ഇങ്ങനെ ചെയ്തില്ലേ, എന്നിട്ട് നിങ്ങൾ അയാളോട് എന്തിനാണ് സ്നേഹം കാണിക്കുന്നതെന്ന് ചോദിക്കാൻ നേരത്ത് ഇയാളുടെ മനസ്സിൽ ഒരു കഥയുണ്ട്. ആ കഥ പ്രേക്ഷകർ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു നല്ല ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടറിൽ ഞാൻ വളരെ സന്തോഷിക്കുന്ന അഭിമാനിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇതിൽ അബ്ബാസ് എന്ന് പറയുന്നത്. സാധാരണ ഞാൻ അഭിനയിക്കുന്ന സിനിമകളിലെ ബാക്കിയുള്ളവരുടെ കഥാപാത്രങ്ങളെ കുറിച്ചാണ് ഞാൻ കൂടുതൽ പറയാറുള്ളത്, സിനിമയെ കുറിച്ച്. ഇത് ഞാൻ അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അത് ദേവനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി, ദേവനോടുള്ള എൻ്റെ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ധീരൻ എപ്പോഴേക്കായിരിക്കും നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കും? നമ്മൾ ജൂലൈയിലാണ് റിലീസ്. അപ്പൊ എന്തായാലും ധീരൻ ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.